ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരോട് അവരനുഭവിക്കുന്ന വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. ഈശോ പറയുന്നത് നിന്റെ കണ്ണുകളും കാതുകളും ഭാഗ്യമുള്ളവയാണ്. കാണുന്നു, കേൾക്കുന്നു. എന്താ? അനേകം പ്രവാചകന്മാരും അനേകം ആളുകൾ കാണാനായിട്ട് കൊതിച്ചിരുന്നത് അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് സാധിക്കുകയാണ്. ഈശോ പറയുന്നത് നിങ്ങളിതാ രക്ഷകനെ കണ്ടിരിക്കുന്നു, നിങ്ങളിതാ രക്ഷകനെ കേൾക്കുന്ന. ഈ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു ജനതയുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് സാധിച്ചിട്ടില്ല, പക്ഷെ നിനക്കാണ് സാധിച്ചിരിക്കുക. ഇന്ന് നീ നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. രക്ഷകനെ കാണാനും കേൾക്കാനും മാത്രമല്ല, ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷകനെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും കൂടി നിനക്ക് സാധിക്കുന്നു. പഴയകാല ജനതയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ നിന്നെ നോക്കിക്കൊണ്ട് പറയും, അസൂയോടുകൂടി പറയും, നീ എത്രയോ ഭാഗ്യം ചെന്ന വ്യക്തിയാ, നീ രക്ഷകനെ കാണുന്നു, കേൾക്കുന്നു, നീ രക്ഷകനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിക്കുന്നു, രക്ഷകൻ നിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, എത്രയോ ഭാഗ്യം ചെന്ന വ്യക്തിയാ. ഈ ഭാഗ്യം യഥാർത്ഥത്തിൽ നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഈ ഭാഗ്യത്തെ ഓർത്ത് ശരിക്കും നന്ദി പറയുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തെ അനുഗ്രഹമായി കണക്കാക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തോട് കൃതജ്ഞതയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നന്ദിയോടുകൂടി ജീവിതത്തെ നോക്കുവാനായിട്ട്, അങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിനുവേണ്ട കൃപകളും നന്മകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.